ബീഫ് കറിക്ക് മാച്ചാവുന്ന ഒരു തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി നോക്കാം. അതിനായി ഒരു പാൻ ചൂടാവുമ്പോൾ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. അതിലേക്ക് 2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും 2 തണ്ട് കറിവേപ്പില ഇട്ട് വഴറ്റി കൊടുക്കാം. ഉലുവയുടെയും കറിവേപ്പിലയുടെയും നല്ലൊരു മണം വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു സവാള ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള വഴറ്റി വരുമ്പോഴത്തേക്കും അതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ റൈസ് എടുത്തിട്ടുള്ളത് കൊണ്ട് അതിനായി 1 തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. 1-ാം പാലും 2-ാം പാലും 3-ാം പാലും എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ വീണ്ടും ചേർക്കാം. ഉപ്പ് അല്പം മുന്നിട്ട് നിൽക്കണം. ഇനി അത് കുറച്ച് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ അരി കഴുകി കുതിർത്ത് വച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 2 കപ്പ് തേങ്ങാപ്പാൽ എന്ന അളവിലാണ് എടുത്തിരിക്കുന്നത്. ചെങ്കൽപ്പട്ടിൻ്റെ അരിയാണ് എടുത്തിരിക്കുന്നത്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും. നന്നായി കഴുകി വൃത്തിയാക്കി അരമണിക്കൂർ കുതിർത്ത ശേഷമാണ് അരിയിട്ട് കൊടുക്കുന്നത്. അരിയിട്ട് മിക്സാക്കി കൊടുത്ത ശേഷം കുറച്ച് സമയം അടച്ചു വെച്ച് വേവിക്കാം. നന്നായി തിള വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുറച്ച് സമയം അടച്ചു വെച്ച് വേവിക്കാം. വെള്ളം വറ്റി തുടങ്ങുമ്പോഴേക്കും ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. നന്നായി വെള്ളം വറ്റി ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോഴത്തേക്കും പാത്രം അടച്ചു വെച്ച് ടൈറ്റായി അടച്ചു വെച്ച് ആ അടുപ്പിൽ തന്നെ ആ ചൂടത്ത് തന്നെ തീ ഓഫാക്കി അരമണിക്കൂർ തുറക്കാതെ വയ്ക്കുക. അരമണിക്കൂറിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ചോറ് നല്ല പാകത്തിന് വെന്തിട്ടുണ്ടായിരിക്കും. ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാച്ചോറ് റെഡിയായി. ബീഫ് കറിയുടെ കൂടെ വളരെ ടേസ്റ്റാണ്. ഇത് കഴിക്കാൻ എല്ലാവർക്കും വളരെ ഇഷ്ടമാവും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.